ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ താൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിവാഹം ആലോചിക്കുന്നത് എന്നതിൻ്റെ ന്യായീകരണങ്ങൾ നിരത്തുന്നു. അങ്ങനെ സത്യഭാമ ഇപ്പോൾ നമുക്ക് പവർ പൊളിറ്റിക്സ് ഇല്ല എന്നും അതുകൊണ്ട് തന്നെ സത്യഭാമയ്ക്ക് പണവും പ്രതാപവും ഒക്കെ ഉണ്ട്. എന്നാൽ സരള പറയുന്നത് പോലെ പവർ പൊളിറ്റിക്സ് നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് സത്യഭാമ അറിയിച്ചു. ഇപ്പോൾ സുസ്മിതയാണെങ്കിൽ മേയറായി കഴിഞ്ഞിരിക്കുന്നു. ചന്ദ്രബോസ് ACPയും. ആ സമയത്ത് സത്യഭാമ എന്ന നമ്മൾ ആ പഴയ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾബലം, നമ്മുടെ പക്ഷത്തുള്ള ആൾബലം കുറവായി കഴിഞ്ഞിരിക്കുന്നു. അന്ന് ആ ACP ആയ ചന്ദ്രബോസ് ഇതിനു മുൻപ് ഒരു വട്ടം വിഷ്ണുവിനെ അയാൾ ഇതേപോലെ തന്നെ കള്ളക്കേസ് കുടുക്കി ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞ് അയാൾ പിടിച്ചുകൊണ്ട് പോയത് രാഘവേട്ടന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇത്തവണ അവൻ നമ്മളെ ഏത് രീതിയിലാണ് പ്രശ്നത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചത്? ഇത്തവണ വിഷ്ണുവിനെ അവൻ ജാമ്യമില്ലാ വകുപ്പിൽ ജയിലിലടയ്ക്കാനായി ശ്രമിച്ചു. അതും എൻ്റെ മോനെ എൻ്റെ മുന്നിൽ വെച്ച് അവൻ്റെ കവിളത്തടിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നു. അതും മാത്രമല്ല, അതും എൻ്റെ നേരെ തോക്കുകൾ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ തലയ്ക്ക് നേരെ തോക്കുകൾ ചൂണ്ടിക്കൊണ്ട്. അത്രത്തോളമൊക്കെ അവർ വളർന്നു പോയിരിക്കുന്നു. എന്നാൽ നമ്മുടെ പക്ഷത്ത് ആരാണ് ഉള്ളത്? വിഷ്ണുവിന് ആ പുതിയ സ്ഥലം മാറി വന്ന ആ കളക്ടറുടെ ദയയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ജാമ്യമില്ലാ വകുപ്പിൽ ഇവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. അത് മാത്രമല്ല, അന്ന് കളക്ടറുടെ ചേംബറിന് മുന്നിൽ എത്ര നേരം, എത്ര മണിക്കൂറോളം ഞാൻ കാത്തു നിൽക്കേണ്ടി വന്നു കളക്ടറെ ഒന്ന് കാണുവാൻ. എന്നിട്ടും എനിക്കതിന് സാധിച്ചോ? എന്നാൽ ഇപ്പോ ഈ ഒരു അവസരം ഇത് നമ്മൾ കളയാൻ പാടില്ലാത്തതാണ്. കാരണം അന്ന് വിഷ്ണുവിനെ ഇതിനു മുൻപ് ഒരു വട്ടം ഈ ചന്ദ്രബോസ് തന്നെ അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഷൺമുഖദാസ് തന്നെയാണ് വിഷ്ണുവിനെ അന്ന് ലോക്കപ്പിൽ വന്ന് അവിടെ നിന്ന് ചന്ദ്രബോസിനെ വെല്ലുവിളിച്ച് അന്ന് റിലീസ് ചെയ്യിച്ചത്. അന്ന് ഞാൻ ചന്ദ്രബോസിനോട് പറഞ്ഞിരുന്നു, ഇനി എൻ്റെ മോൻ്റെ നേരെ നിന്റെ ഒരു ചെറു വിരലെങ്കിലും അനക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഈ ലോകത്തു നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന്. എന്നാൽ ഇത്തവണ എനിക്ക് ആ ഒരു ധൈര്യത്തോടെയും അത്രത്തോളം ഗാംഭീര്യത്തോടെയും അത്ര ശക്തമായും വിശ്വാസത്തോടെയും എനിക്ക് ചന്ദ്രബോസിനോട് പോലും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അന്ന് പറഞ്ഞതുപോലെ ഇന്നെനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇന്ന് ചന്ദ്രബോസിനോട് എനിക്ക് നേരിടാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഉടനെ തന്നെ ഷൺമുഖദാസ് മന്ത്രിയാകും. അങ്ങനെ വന്നാൽ തന്നെ ആഭ്യന്തരം തന്നെ ഷൺമുഖദാസ് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയായാൽ നമ്മൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ബന്ധം തന്നെയാണ് ഇത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാവുന്നത് ഒരു പവർ പൊളിറ്റിക്സ് എന്ന സരള ഉദ്ദേശിച്ച ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയും എന്തുകൊണ്ടും നിനക്ക് ചേരുന്ന കുട്ടി തന്നെയാണ് വിഷ്ണു. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്രത്തോളം നിർബന്ധം പറയുന്നത്. ഈ ബന്ധത്തെ ഞാൻ ഇത്രത്തോളം അനുകൂലിക്കുന്നതും അതുകൊണ്ടാണ് വിഷ്ണു. നീ മറ്റൊന്നും വിചാരിക്കണ്ട. ചില സമയത്ത് നമ്മുടെ താല്പര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കേണ്ടി വരും വിഷ്ണു. നീ അതൊന്ന് മനസ്സിലാക്ക്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ, ഇപ്പോഴത്തെ ഈ വാശിയെല്ലാം കളഞ്ഞ് നീ വേഗം റെഡിയായിട്ട് വാ. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു. മോനെ, ഈ സത്യഭാമ മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റുപോയായി ആകെ തളർന്ന് അവശയായി നിൽക്കേണ്ടി വരും. സുസ്മിതയുടെയും അവളുടെ അമ്മയുടെയും മുന്നിൽ നമ്മൾ ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എൻ്റെ പൊന്നുമോൻ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്നതൊക്കെ മോൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനെ ഉപദേശിക്കുന്നു. മോൻ ചെന്ന് വേഷം മാറി വാ എന്ന് വിഷ്ണുവിനോട് സത്യഭാമ സാവകാശത്തിൽ പറയുമ്പോൾ വിഷ്ണു മറുപടിയൊന്നും പറയാതെ തൻ്റെ റൂമിലേക്ക് കയറി പോകുന്നു. വിഷ്ണു കലിയുടെ റൂമിലേക്ക് കയറി പോകുന്നത് കണ്ട് സത്യഭാമ രാഘവൻ നായരോട് പറഞ്ഞു, കണ്ടോ, എൻ്റെ മോന് കാര്യങ്ങൾ മനസ്സിലായി രാഘവേട്ട. അവനോട് പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അവന് ഞാൻ പറഞ്ഞതൊക്കെ ബോധ്യമായി. അതുകൊണ്ടാണ് അവൻ മറുപടി ഒന്നും പറയാതെ വേഗം റൂമിലേക്ക് പോയതെന്ന് പറഞ്ഞ് സത്യഭാമ ഉടനെ തന്നെ തൻ്റെ റൂമിലേക്കും പോകുന്നു. രാഘവൻ നായരും രോഹിത്തും ശ്യാമയും ഒക്കെ വിഷ്ണു ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ആ വേദനയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു റൂമിലേക്ക് എത്തി ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് ഹാളിൽ ഉണ്ടായിരുന്ന പപ്പിമോള് തൻ്റെ ടെഡി ബിയറിനെയും കയ്യിലെടുത്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. വിഷ്ണുവിന്റെ റൂമിലേക്കാണ് മോള് പോകുന്നതെന്ന് ശ്യാമയ്ക്കും
രോഹിത്തിനും രാഘവൻ നായർക്കും മനസ്സിലായി. അവർ മൂന്നുപേരും ഇനി എന്തൊക്കെയാ സംഭവിക്കുക എന്നോർത്ത് ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ പപ്പിമോള് വേഗം വിഷ്ണുവിന്റെ റൂമിന് അരികിലേക്ക് എത്തി. റൂമിന് വാതിക്കലേക്ക് എത്തിയതും വിഷ്ണു ആകെ തളർന്ന അവശനായി വിഷമത്തോടിരിക്കുന്നത് പപ്പിമോള് കാണാനിടയായി. പപ്പിമോൾ ആകെ സങ്കടത്തോടെ വേഗം മട്ടുപ്പാവിലേക്ക് വന്നു. തന്റെ കയ്യിലിരുന്ന ആ ടെഡ്ഡി ബിയറിനോട് സംസാരിച്ച് അവനെ വിളിക്കാറുള്ള ആ കുസൃതി പേരെല്ലാം വിളിച്ചുകൊണ്ട് പപ്പിമോള് സംസാരിച്ചു. ഇനി എൻ്റെ വിഷ്ണുവച്ചൻ്റെ ഈ സങ്കടം അതെങ്ങനെ മാറ്റും? വിഷ്ണുവച്ചൻ ആകെ വിഷമത്തിലാണ്. അച്ഛമ്മ വിഷ്ണുവച്ചൻ്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ മുതൽ വിഷ്ണുവച്ചന് ആകെ താല്പര്യമില്ലാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. എൻ്റെ വിഷ്ണുവച്ചൻ്റെ സങ്കടം മാറ്റാൻ എന്താ ഒരു പോംവഴി? എന്തെങ്കിലും വഴിയുണ്ടോ? നീ എനിക്കൊരു ഭയം പറഞ്ഞതാ എന്നെല്ലാം തൻ്റെ ആ ടെഡ്ഡി ബിയറിനോട് ചോദിച്ചിട്ട് അവൻ മറുപടിയൊന്നും പറയാത്തത് കൊണ്ട് ഉടനെ പപ്പി പറഞ്ഞു, അല്ലെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ മറുപടി ഒന്നും പറയില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ഉടനെ തൻ്റെ ഫോൺ കയ്യിലിരുന്ന ആ ഫോൺ എടുത്ത് പപ്പിമോള് സത്യമോളുടെ ഫോണിലേക്ക് വിളിച്ചു. കോൾ എടുത്തതും സത്യമോള് ചോദിച്ചു, ആരാ? അപ്പോഴേക്കും പപ്പിമോള് പറഞ്ഞു, ഞാനാ പപ്പി, വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വിളിച്ചതാ എന്ന് പറഞ്ഞു. ഉടനെ പപ്പിമോളോട് സത്യ പറഞ്ഞു, ആഹാ അതിനെന്താ, ഞാനും ഇവിടെ വെറുതെ ഇരിക്കുക, ആരോടും ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ, ആരോടൊന്നും സംസാരിക്കുക എന്നൊക്കെ ഓർത്ത് ബോറടിച്ചിരിക്കുകയായിരുന്നു ഞാനും എന്ന് സത്യമോള് മറുപടി പറഞ്ഞു. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, അതെ, ഇവിടെ എൻ്റെ വിഷ്ണുവച്ചനെ ആകെ സങ്കടത്തിലാണ് എന്നറിയിച്ചു. എന്തു പറ്റി എന്ന് സത്യ അന്വേഷിച്ചതും വിഷ്ണുവച്ചൻ്റെ കല്യാണക്കാരിയാണ് പ്രശ്നം. ഇവിടെ അച്ഛമ്മ വിഷ്ണുവച്ചനോട് കല്യാണം കഴിക്കാനായി നിർബന്ധിക്കുന്നു. വിഷ്ണുവച്ചനാണെങ്കിൽ ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്നു. ആകെ സങ്കടത്തിലാണ് വിഷ്ണുവച്ചൻ. ഈ കല്യാണം ഒന്ന് മുടക്കാൻ എന്തെങ്കിലും പോകുമ്പോഴേ നിന്റെ കയ്യിലുണ്ടോ? എൻ്റെ വിഷ്ണുവച്ചൻ്റെ സങ്കടം മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നിന്റെ പക്കൽ? എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാവോ എന്ന് സത്യയോട് പപ്പിമോള് ആവശ്യപ്പെട്ടു. അത് കേട്ടതും പപ്പി പറഞ്ഞു, അയ്യോ ഞാനെന്ത് പറയാനാ, അല്ല അച്ഛമ്മയോട് കാര്യം പറഞ്ഞില്ലേ വിഷ്ണുങ്ങള് എന്ന് ചോദിച്ചതും അതൊക്കെ പറഞ്ഞു, വിഷ്ണുവച്ചൻ പറഞ്ഞതാണ്, പക്ഷെ അച്ഛമ്മ സമ്മതിക്കുന്നില്ല എന്ന് സത്യയോട് പപ്പി അറിയിച്ചു. അല്ല ഇപ്പൊ ഞാൻ എന്ത് പറയാനാ എന്ന് പപ്പിയോട് സത്യമോള് ചോദിച്ചതും പപ്പി പറഞ്ഞു, എന്നെക്കാളും ബുദ്ധിശാലിയല്ലേ നീ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് ആലോചിച്ചേ എന്ന് പപ്പിമോള് വീണ്ടും സത്യമോളോട് പറഞ്ഞു. അപ്പോഴേക്കും സത്യ കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. ഈ സമയത്ത് പപ്പി ഫോണിൽ നിന്ന് മറുപടി ഒന്നും കേൾക്കാതായതോടെ പപ്പി ചോദിച്ചു, ഹലോ വെച്ചിട്ട് പോയോ? ഹലോ സത്യേ സത്യേ എന്ന് വീണ്ടും വീണ്ടും പപ്പി മോള് വിളിച്ചുകൊണ്ടിരുന്നു. ഉടനെ സത്യ പറഞ്ഞു, അതെ അതെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു വഴിയുണ്ട്. അല്ല പപ്പിയെയും അച്ചമ്മയ്ക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതും പപ്പി പറഞ്ഞു, അതെ എന്നെ വലിയ ഇഷ്ടം അച്ചമ്മയ്ക്ക്, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാ എന്ന് പപ്പിമോളെ മറുപടി നൽകി. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് എന്ന് പപ്പിമോളോട് സത്യ മറുപടി പറഞ്ഞു. അത് കേട്ടതോടെ ശരി എന്നാ വഴി പറ എന്ന് സത്യയോട് പപ്പി ആവശ്യപ്പെട്ടു. പപ്പി എന്ന് ചോദിച്ചതുപോലെ കൃത്യമായി തന്നെ എന്ത് വഴിയാണെന്ന് സത്യമോള് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടതിന് ശേഷം സത്യമോള് പറഞ്ഞു, മതി മതി, ഇത് മതി, ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഏൽക്കും, ഇത് മതി, എന്തായാലും എനിക്ക് സന്തോഷമായി പപ്പി, ഇനി ഞാൻ ഇതിന് ശേഷം വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴേക്കും സത്യാമ്മ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു. സത്യഭാമ ക്ഷണിച്ചിട്ട് വെമ്പായ ഷൺമുഖദാസും കുടുംബവും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഷൺമുഖദാസിന്റെ മകൾ അവിടെ വന്ന് പുഞ്ചിരിയോടെ ഇരിക്കുമ്പോൾ ഷൺമുഖദാസ് തൻ്റെ കൂടെ വന്ന ഓരോരുത്തരെയും രാഘവൻ നായർക്കും സത്യഭാമയ്ക്കും പരിചയപ്പെടുത്തണം. സത്യാമ്മയും ഞാൻ പ്രത്യേകിച്ച് ശകുന്തളയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, അറിയാവല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അറിയാം എന്ന് സത്യഭാമ പറഞ്ഞു. അപ്പോഴേക്കും മകളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി മഞ്ജരി എന്ന് സത്യഭാമ മഞ്ജരിയെ പരിചയപ്പെടുത്തി. മഞ്ജരി നാണത്തോടെ പുഞ്ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് പപ്പിമോൾക്ക് ആകെ ദേഷ്യമായി. കല്യാണം നടക്കുമെന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുകയാണല്ലേ, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പപ്പിമോൾ അങ്ങനെ അവിടെ മുകളിൽ നിന്ന് നോക്കുന്നു. ഈ സമയത്ത് മഞ്ജരി വലിയ നാണത്തോടെയൊക്കെ അങ്ങനെ പുഞ്ചിരിയോടെ ഇരിക്കുന്നത് കണ്ട് സത്യഭാമയും ഷൺമുഖദാസ് പരിചയപ്പെടുത്തി. ഇതാണ് ഞങ്ങളുടെ മകൾ എന്ന പൈരം, ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നതായിരുന്നു ഷൺമുഖദാസിന്റെ പ്രയോഗം. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, മുമ്പ് ഒരു വട്ടം ഒരു ഫംഗ്ഷന് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിവാഹത്തോട് ഇങ്ങനെയൊരു ആലോചനയോട് ഞാൻ താല്പര്യം കാട്ടിയത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഷൺമുഖദാസ് പറഞ്ഞു, വിജയകുമാർ ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായപ്പോൾ അതെങ്ങനെ സത്യാമ്മയോട് പങ്കുവെക്കും എന്ന് ആയിരുന്നു ഞങ്ങളുടെയും ആശങ്ക എന്ന്
ഷൺമുഖദാസും അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ സത്യഭാമ പറഞ്ഞു, ദാസിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് ഞാനും അറിഞ്ഞു. എന്നോട് ഇവിടെ വന്നപ്പോൾ തന്നെ വിജയകുമാർ പറയുകയും ചെയ്തു എന്നറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ വിജയകുമാർ പറഞ്ഞു, അതെ, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഇവിടെ കല്യാണം തന്നെയായിരുന്നല്ലോ എന്ന് ഷൺമുഖദാസിന്റെയും സത്യഭാമയുടെയും സംസാരം കേട്ട് വിജയകുമാറും അഭിപ്രായം പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സത്യഭാമ വേഗം രോഹിത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, രോഹിത്തെ വിഷ്ണുവിനെ വിളിച്ചോണ്ട് വാ എന്നറിയിച്ചു. ആ വാക്ക് കേട്ടതും രോഹിത്ത് താനൊന്നും കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ മുഖം തിരിച്ച് ഇരിക്കുന്നു. ഇത് കണ്ട ഉടനെ സത്യഭാമയ്ക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലായി. ഉടനെ സത്യഭാമ നേരെ പിള്ളാച്ചനെ നോക്കി. പിള്ളാച്ചനും എന്ത് പറയണമെന്നറിയാതെ വേഗം തന്നെ ആ ഒരു പ്രദേശത്ത് നിന്ന് ഉൾവലിഞ്ഞു. പിള്ളാച്ചനും പോയതോടെ സത്യഭാമയ്ക്ക് കാര്യങ്ങൾ ബോധ്യമായി. ഉടനെ തന്നെ സത്യഭാമ എല്ലാവരോടും പറഞ്ഞു, ശരി, ഞാൻ പോയി വിളിച്ചിട്ട് വരാട്ടോ, ഇവിടെ ഇരിക്കെ, നിങ്ങളെല്ലാവരും സംസാരിച്ചിട്ടിരിക്കെ, ഞാൻ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടു വരാം എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം മുകളിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് രാഘവൻ നായരോട് ഷൺമുഖം പറഞ്ഞു, അല്ല രാഘവേട്ടന്റെ ചികിത്സയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, ഇപ്പോ ഒരു സ്റ്റിക്ക് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം നടന്നു പോകാം എന്ന് പറഞ്ഞു. ഉടനെ പെൺകായം ക്ഷമദാസ് പറഞ്ഞു, അല്ല രാഘവേട്ട, ഈ ആയുർവേദമല്ലേ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാ ഇത്രയും താമസം. അതിന് പകരം ഈ ഫിസിയോതെറാപ്പി ഒന്ന് ചെയ്തു നോക്കിയേ, എനിക്കറിയാം നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് എൻ്റെ പരിചയത്തിൽ, അദ്ദേഹത്തോട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം എന്ന് അറിയിച്ചു. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നുകൂടി പറഞ്ഞതോടെ രാഘവൻ നായർ പറഞ്ഞു, അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ഷൺമുഖദാസെ, കാരണം നമ്മുടെ കാല് മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് അത് വീണ്ടും യോജിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ ആദ്യമുള്ളത് അത് നശിപ്പിച്ച് കളയുന്നത് ശരിയായിരിക്കില്ല എന്ന് രാഘവൻ നായർ അറിയിക്കുന്നു. രാഘവൻ നായരുടെ വാക്കുകൾ കേട്ടതോടെ ഷൺമുഖദാസിന് തനിക്കിട്ടൊരു വലിയ അടി കിട്ടിയ അവസ്ഥയിൽ ഷൺമുഖദാസ് മകളെയും ഭാര്യയെയും നോക്കി. ആ സമയത്ത് സത്യഭാമ മകനെ വിളിക്കുവാനായി റൂമിന് അരികിലേക്ക് എത്തിയത്. വിഷ്ണു വേഷം പോലും മാറാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് സത്യഭാമ വേഗം കലിപ്പോടെ വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി. വിഷ്ണു ഒന്നും മിണ്ടാതെയും അമ്മ അരികിലേക്ക് വന്നിട്ടും അമ്മയോട് ഒരു വാക്ക് പോലും പറയാൻ നിൽക്കാതെ വിഷ്ണു എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങണം. വിഷ്ണു അരികിൽ വന്ന് നിൽക്കുന്ന സത്യഭാമയെ ഒന്നും ഗവനിക്കുക പോലും ചെയ്യാതെ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ അരികിലേക്ക് വന്ന് വേഗം ആ കബോർഡിലിരുന്ന ഷർട്ട് കയ്യിലേക്ക് എടുത്തു. ആ ഷർട്ടുമായി വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നിന്നോട് വേഷം മാറാൻ പറഞ്ഞില്ലേ, താഴെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, അവരുടെ അരികിലേക്ക് നീ വരണം എന്ന് വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു. വിഷ്ണു അവിടേക്ക് പോകാതിരിക്കുന്നതിനെ കുറിച്ച് വിഷ്ണുവിന്റെ തീരുമാനം മനസ്സിലാക്കിയ സത്യഭാമ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ താഴേക്ക് വരാതിരിക്കാം, അവര് നിനക്ക് കാണുകയും ചെയ്യാതിരിക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് വിവാഹ നിശ്ചയം വരെ നടത്തിയിട്ട് വിവാഹത്തിന്റെ തലേ ദിവസം പെൺകുട്ടി മറ്റൊരാളുടെ കൂടെയും ആൺകുട്ടി മറ്റൊരു പെൺകുട്ടിയും ഒക്കെ വിവാഹം കഴിച്ചതായിട്ടുമൊക്കെ പല കഥകളും നമ്മൾ കേൾക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊക്കെ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് അത്തരം കഥകൾ പോലും. ആ നിലയ്ക്ക് വിഷ്ണു, ഇവിടെ നീ ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല എന്നുള്ളത് അക്കാര്യം ഈ വീട്ടിൽ നടപ്പിലാകുന്നതല്ല. കാരണം ഈ നാട്ടിൽ സത്യഭാമയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ഈ നാട്ടിൽ ന്യായം വിധിക്കുന്നതും നീതി നടപ്പിലാക്കുന്നതും സത്യഭാമയാണ് എന്നുണ്ടെങ്കിൽ, സത്യഭാമയുടെ വീട്ടിലും അക്കാര്യങ്ങൾ ചെയ്യുന്നത് സത്യഭാമയുടെ തീരുമാനത്തിനനുസരിച്ച് തന്നെയായിരിക്കും. അതിലെ യാതൊരു മാറ്റവുമില്ല എന്ന് വിഷ്ണുവിനോട് സത്യഭാമ അറിയിച്ചു. വിഷ്ണു ആ കലിയോട് അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ, താഴെ ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരാണുള്ളത്, അവരുടെ അരികിലേക്ക് നീ ഈ വേഷം ധരിച്ച് വന്നേ പറ്റൂ എന്ന് സത്യഭാമ തന്റെ കയ്യിൽ നിന്ന് ആ ഷർട്ട് എടുത്തു കൊടുത്ത് വിഷ്ണുവിനോട് വേഗം വേഷം മാറി വരാനായി പറഞ്ഞു. ഉടനെ സത്യഭാമ പറഞ്ഞത് കേട്ട് വിഷ്ണു ആകെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നിനക്ക് വേണ്ടി ഞാൻ മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു കതിർമണ്ഡപം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നീ എന്നോട് കാണിച്ചത് ഏതൊരമ്മയും തകർന്നു പോകുന്ന അവസ്ഥയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവിടേക്ക് വന്നു കയറി. നിന്റെ ഒപ്പം ജീവിതം ആഗ്രഹിച്ചു നിന്ന മറ്റൊരു പെൺകുട്ടിയുടെ മുന്നിലേക്ക് അവൾ ആരോ എന്തോ ആയിക്കൊള്ളട്ടെ, അതിനുശേഷമാണല്ലോ പിന്നീട് കാര്യങ്ങളൊക്കെ പലതും ഇവിടെ മാറി മറിഞ്ഞ് സംഭവിച്ചത്. എന്നാൽ അന്ന് നടന്ന സംഭവങ്ങളുടെ തുടർചലനമാണല്ലോ പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം. പിന്നെ വിഷ്ണു, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ചിന്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും
നീ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി അവള് ആരാണെന്നോ എന്താണെന്നോ പോലും ഞാൻ നോക്കാതെ ചായക്കടക്കാരിയുടെ മകളാണെന്ന് പോലും മനസ്സിലാക്കിയിട്ട് പോലും അവളെ ഇരു കൈ നീട്ടി സ്വീകരിക്കാനാണ് ഞാൻ തയ്യാറായത്. നിലവിളക്ക് നൽകി അവളെ ഞാൻ സ്വീകരിച്ചു. പിന്നീട് ആദ്യമൊക്കെ അല്പം വിമർശനവും ആദ്യമൊക്കെ എനിക്ക് അല്പം നീരസമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഞാൻ എന്റെ മകളെ പോലെ തന്നെ ഞാൻ അവളെ സ്നേഹിച്ചു. ഒരു രാജകുമാരിയെ പോലെ അവൾക്ക് സീമന്തമൊരുക്കിയ ആ ചടങ്ങിൽ നിന്നാണല്ലോ അവൾ ഈ വീടിന്റെ പടിയിറങ്ങി പോയത് എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിച്ചു. അത് എന്റെ തെറ്റുകൊണ്ടാണോ എന്ന് വിഷ്ണുവിനോട് സത്യഭാമ അന്വേഷിച്ചതും വിഷ്ണു സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുമ്പോൾ സത്യഭാമ വിഷ്ണുവിനെ തടഞ്ഞു നിർത്തി. വിഷ്ണു, അങ്ങനെ നീ പോയാൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ നീ പോകാനും ഞാൻ അനുവദിക്കില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്നും ആരുടെ ഭാഗത്താണ് തെറ്റെന്നും നീ മനസ്സിലാക്കിയേ തീരൂ. ഇപ്പോ നീ ഇവിടെ നിന്ന് എന്നോട് മുഖം തിരിച്ച് എഴുന്നേറ്റ് പോകാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണല്ലോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. അമ്മ പറയുന്നതൊക്കെ ചെയ്യണമെന്ന് അമ്മ വാശി പിടിക്കുന്നത് ശരിയല്ലോ. എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു സ്വാതന്ത്ര്യവും എനിക്കൊരു തീരുമാനവും ഒക്കെ ഇല്ലേ? എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുമൊക്കെ എനിക്കൊരു കാഴ്ചപ്പാടും തീരുമാനങ്ങളും ഇല്ലേ അമ്മേ? എന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ നിശ്ചയിക്കില്ലേ? എനിക്ക് തീരുമാനിച്ചൂടെ എന്ന് വിഷ്ണു അന്വേഷിച്ചു. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, വിഷ്ണു, അത് തന്നെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നീ ഇത്രയും നാളും ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് ഇനി നീ മനസ്സിലാക്കേണ്ടത്. നീ ഇത്രയും നാളും ജീവിച്ചത് നിന്റെ ഇഷ്ടത്തിനായിരുന്നു. എന്നാൽ ഇനി ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ കൂടി നീ പരിഗണിച്ച് തീരൂ. മറ്റുള്ളവരുടെ ജീവിതം കൂടി നീ പരിഗണിച്ച് തീരൂ. മറ്റുള്ളവർക്ക് വേണ്ടി നീ നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നടത്താൻ നീ തയ്യാറായേ തീരൂ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നു. വിഷ്ണു അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നീ ഇനിയെങ്കിലും നിന്റെ തീരുമാനം മാറ്റുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമയോട് വിഷ്ണു പറഞ്ഞു, ഇല്ല, ശാലിനിക്ക് പകരം മറ്റൊരു പെൺകുട്ടി അതെന്റെ ജീവിതത്തിലില്ല എന്ന് വിഷ്ണു തറപ്പിച്ച് സത്യഭാമയോട് അറിയിച്ചു. അത് കേട്ടതും സത്യഭാമ വിഷ്ണുവിനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, ഉറപ്പാണോ വിഷ്ണു? അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, ഉറപ്പ്. ഉടനെ തന്നെ സത്യഭാമ അറിയിച്ചു, എന്നാ നീ നിനക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ നിനക്കെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ ഞാനും എടുക്കും. അത് എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് വിഷ്ണുവിനോട് സത്യഭാമ ചോദിച്ചു. വിഷ്ണു ആകെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം. അന്ന് ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം നിനക്കറിയാവല്ലോ. അന്നൊരു വട്ടം ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടായ സമയത്ത് അന്ന് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അന്ന് എനിക്കുണ്ടായ ആ ഹാർട്ടിനുണ്ടായ പ്രോബ്ലം അത് എന്റെ മനസ്സിനെ വല്ലാതെ തകർത്ത് കളയുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും നടന്നത്. ആ സമയത്ത് ഹോസ്പിറ്റൽ അടുത്തുണ്ടായിരുന്നത് കൊണ്ട് മാത്രം വേഗം എനിക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നത് കൊണ്ട്. അല്ലാതെ ഇരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആപത്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് സത്യഭാമയെ നോക്കുമ്പോൾ സത്യഭാമ തന്റെ കൈക്കുമ്പിളൊന്നും എടുത്ത് കാണിച്ചിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു, ഇത്രയും ഗുളിക കഴിച്ചിട്ടാണ് ഞാനിവിടെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് വിഷ്ണു, ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം. എന്നാൽ ഞാൻ എന്നും കഴിക്കുന്ന ആ ഒരു ഇടങ്ങഴിയും ആ ഗുളികയിൽ ഏതെങ്കിലും ഒരു ഗുളിക ഞാൻ കഴിക്കാതിരുന്നാൽ മതി. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വിഷ്ണു നീ പിന്നെ താമസിയാതെ മനസ്സിലാക്കും. നീ ഇന്ന് പറഞ്ഞതുപോലെ ഇത് ഞാൻ നിനക്ക് വേണ്ടി ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് നീ ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഈ ഷർട്ട്. നിനക്ക് വേണമെങ്കിൽ ഇതെടുത്ത് പുതുക്കാം. പിന്നെ നീ എനിക്ക് തന്ന ആ കോടിമുണ്ട് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നിനക്ക് നിന്റേതായ ജീവിതം തിരഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഞാൻ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കൂ. എൻ്റെ കൂടെ നിനക്ക് വരാൻ കഴിയുമോ വിഷ്ണു എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ മാത്രമാണ് ഇനിയും നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാൻ കണ്ടെത്തിയതൊന്നും തെറ്റായ മാർഗമായിരുന്നില്ല എന്ന് സത്യഭാമ വിഷ്ണുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നീ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. എത്ര നീ മറക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് നീ മറക്കല്ലേ വിഷ്ണു എന്ന് സത്യഭാമ അറിയിച്ചു.
അത് കേട്ടതും വിഷ്ണു ആകെ വിഷമത്തോടെ സത്യഭാമ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, വിഷ്ണു, ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയുവാനുണ്ട്. ഇന്ന് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് വന്നിരിക്കുന്ന ആളുകള്, അവരെ ഞാൻ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഞാൻ ക്ഷണിച്ചു വരുത്തിയിട്ട് അവർ വന്നവരാണ്. അവരെ നീ ഒരു കാരണവശാലും അപമാനിച്ചയക്കാൻ ശ്രമിക്കരുത്. നീ അവരെ അപമാനിക്കാൻ ശ്രമിച്ചാൽ വിഷ്ണു, പിന്നെ നിനക്ക് ഇവിടെ മറ്റൊരു പന്തൽ ഒരുക്കേണ്ടി വരും. അതിൽ വെള്ള പൊരിച്ച് ഞാനും കിടന്നിരിക്കും എന്ന് വിഷ്ണുവിനോട് സത്യഭാമ അറിയിച്ചു. അതെല്ലാം കേട്ടതും വിഷ്ണു ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ ആ നിസ്സഹായമായിട്ടുള്ള ആ നോട്ടം കണ്ട ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ നിന്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാമല്ലോ, ആരെ വേണമെങ്കിലും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യാം. അതിനൊന്നും ഞാൻ ഒരിക്കലും ഒരു എതിർപ്പും പറയുകയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് മോനെ, ഞാൻ ആത്മഹത്യ ചെയ്യുകയോ അല്ലാതെ എൻ്റെ ജീവൻ നഷ്ടമാവുകയോ ഇല്ല. മറിച്ച് ഞാൻ ഇല്ലാതാകുന്നത്, എൻ്റെ ഈ ജീവൻ ഇല്ലാതാകുന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായി നിനക്ക് പറയാൻ കഴിയുമോ വിഷ്ണു എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നു. വിഷ്ണു ആകെ ഞെട്ടിത്തെറിച്ച് സത്യഭാമയെ നോക്കി നിന്നു.